ക്ലാസ് 8-ലെ CBSE ടെക്സ്റ്റ് ബുക്കിലെ കെമിസ്ട്രി പാർട്ടിലെ ഫസ്റ്റ് ലെസനായ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് ഫാബ്രിക് ആണ് ഇന്നെടുക്കുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സ്, ഒന്ന് രഞ്ജിനി ഗംഗാധരനും അതുപോലെ നയന ബി, ഇവർ രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം ഇവരെന്നെ നല്ലൊരു മോട്ടിവേഷനാണ് എനിക്ക് തന്നിരിക്കുന്നത്. കമൻസിലൂടെ എനിക്ക് വളരെ ഒരു സപ്പോർട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. സോ അവർക്കൊരു ബിഗ് താങ്ക് യു എൻ്റെ വക. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസണിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. Synthetic fibers and plastic. Fabrics are made by weaving fibers, obtaining from natural or artificial source. ഓക്കെ, ഒരു ഫാബ്രിക്, ഒരു തുണി എങ്ങനെ ഉണ്ടാവുന്നത്? ധാരാളം ഫൈബേഴ്സ് ചേർന്നാണ് ഒരു തുണി ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഈ ഫൈബേഴ്സ് ചിലപ്പോൾ എന്തായിരിക്കും, നാച്ചുറൽ സോഴ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ എന്താണ്, ആർട്ടിഫിഷ്യൽ സോഴ്സ്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ മാൻ മെയ്ഡ് സോഴ്സിൽ നിന്നാവാം. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ നാച്ചുറൽ ഫൈബേഴ്സും സെക്കൻഡ് വൺ സിന്തറ്റിക് ഫൈബേഴ്സും. ഓക്കെ, നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫൈബേഴ്സിനെയാണ് എന്ത് പറയുന്നത്, സിന്തറ്റിക് ഫൈബേഴ്സ്, നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് എന്തൊക്കെ? കോട്ടൺ, വൂൾ, സിൽക്ക്. കോട്ടൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? കോട്ടൺ പ്ലാന്റിൽ നിന്ന്. ഓക്കെ, വൂളാണെങ്കിൽ ഷീപ്പിൽ നിന്നാണ് കിട്ടുന്നത്. അതേപോലെ സിൽക്ക് ആണെങ്കിൽ സിൽക്ക് വോമിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി സിന്തറ്റിക് ഫൈബേഴ്സ് നോക്കുമ്പോൾ, സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈബേഴ്സ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫൈബേഴ്സാണ് എന്ത്? സിന്തറ്റിക്. എക്സാമ്പിൾ നൈലോൺ, റയോൺ, ആക്രിലിക്. നൈലോൺ, റയോണും ആക്രിലിക്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, പറഞ്ഞു സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ബീങ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് എ സിന്തറ്റിക് ഫൈബർ മെയ്ഡപ്പ് ഓഫ്? ഒരു സിന്തറ്റിക് ഫൈബർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. എ സിന്തറ്റിക് ഫൈബർ ആസ് വെൽ ആസ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കും എന്ത് തന്നെയാണ്? ഒരു സിന്തറ്റിക് ഫൈബറാണ്. ഈസ് മെയ്ഡപ്പ് ഓഫ് ചെയിൻ ഓഫ് സ്മോൾ യൂണിറ്റ്സ്. ചെറിയ യൂണിറ്റ്സ്, സ്മോൾ യൂണിറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ സ്മോൾ യൂണിറ്റ്സിനെ എന്താണ് വിളിക്കുന്നത്? മോണോമർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വിച്ച് കമ്പൈൻ ടു ഫോം എ പോളിമർ. ഓക്കെ, മോണോമർ ഇങ്ങനെ മോണോമർ പ്ലസ് അടുത്ത മോണോമർ, അങ്ങനെ കുറേ മോണോമർ ഇങ്ങനെ ചേർന്നുണ്ടാവുന്നത് എന്ത്? ഒരു പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ചെയിൻ റിയാക്ഷനാണ്. ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, എ മോണോമർ ഈസ് എ സിംഗിൾ യൂണിറ്റ്. മോണോ മീൻസ് എന്താണ്? മോണോ മീൻസ് 1. അപ്പം മോണോമർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്. സിംഗിൾ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ബോണ്ട് വിത്ത് അതർ ഐഡൻറ്റിക്കൽ മോളിക്യൂൾസ് ടു ഫോം പോളിമർ. ഓക്കെ, അപ്പം മോണോമർ സിമിലർ ആയിട്ടുള്ള മോളിക്യൂൾസ് വെച്ച് ഫോം ചെയ്തൊരു പോളിമർ ഉണ്ടാവും. ഇങ്ങനെ ഈ മോണോമർ ആഡ് ചെയ്ത് പോളിമർ ഉണ്ടാവുന്ന ഈ പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പോളിമറൈസേഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ലിങ്കിങ് സ്മോൾ മോണോമർ ടുഗെദർ ടു ഫോം പോളിമർ ഈസ് കോൾഡ് പോളിമറൈസേഷൻ. ചെറിയ മോണോമേഴ്സ് ചേർന്ന് ഒരു പോളിമർ ഉണ്ടാവുന്ന ആ റിയാക്ഷനെ വിളിക്കുന്നതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ആ ലിങ്കിങ് ആണ്. ഒരെണ്ണം ഇങ്ങനെ ചെയിൻ ആയിട്ട് ലിങ്ക് ചെയ്യും. നമ്മൾ മാലയിൽ മുത്ത് ബീഡ്സ് ചേർക്കില്ലേ, അതേപോലെ ഓരോ യൂണിറ്റ്സും ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു യൂണിറ്റ് അടുത്ത യൂണിറ്റായിട്ട് ഫോം ചെയ്യും. ഇങ്ങനെ ചേർന്ന് എന്താണ്, ഒരു വലിയ യൂണിറ്റായിട്ട് മാറും. ആ വലിയ യൂണിറ്റിനെ നമ്മൾ പോളിമർ എന്ന് വിളിക്കും, പോളിമേഴ്സ് എന്ന് വിളിക്കും. ഈ ഓരോ സിംഗിൾ യൂണിറ്റ്സിനെ എന്ത് വിളിക്കും? മോണോമർ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇനി പോളിമർ. പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമർ ഈസ് എ ഗ്രീക്ക് വേർഡ്. പോളി മീൻസ് മെനി ആൻഡ് മെർ മീൻസ് യൂണിറ്റ്സ്. പോളി എന്ന് പറഞ്ഞാൽ മെനി, മെർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ്. അപ്പോൾ പോളിമർ എന്ന് പറഞ്ഞാൽ മെനി യൂണിറ്റ്സ്. ഹെൻസ് പോളിമർ ഹാവ് ലാർജ് മോളിക്യൂൾ മെയ്ഡപ്പ് ഓഫ് സെവറൽ മോളിക്യൂൾസ് ലിങ്ക് ടുഗെദർ. അപ്പോൾ പോളിമർ എങ്ങനെ ഉണ്ടാവുന്നത്? കുറേ
ലാർജ് നമ്പർ ഓഫ് മോണോമേഴ്സ് ലിങ്ക് ചെയ്താണ് ഒരു പോളിമർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇനി +2 സയൻസ് എടുക്കുമ്പോൾ 12th ലാസ്റ്റ് ലെസണിലാണ് പഠിക്കുന്നത്. പോളിമേഴ്സിനെ പറ്റിയും മോണോമേഴ്സിനെ പറ്റിയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അപ്പോഴാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് പോളിമർ നോക്കാം. ഓൾ സിന്തറ്റിക് ഫൈബേഴ്സ് സച്ച് എസ് റയോൺ, നൈലോൺ ആർ പോളിമർ. റയോണും നൈലോണും ഒക്കെ പോളിമറാണ്. പോളിമേഴ്സ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ നേച്ചർ. നേച്ചറിൽ കാണുന്ന ഈ പോളിമർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോട്ടൺ ഈസ് എ പോളിമർ കോൾഡ് സെല്ലുലോസ്. സെല്ലുലോസ് ചേർന്നുണ്ടാവുന്ന ഒരു പോളിമർ ആണെന്ത്? കോട്ടൺ. സെല്ലുലോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് സിംഗിൾ യൂണിറ്റ്സ് കോൾഡ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ സിംഗിൾ യൂണിറ്റ്സ്. ഗ്ലൂക്കോസ് ചേർന്ന് സെല്ലുലോസ് ഉണ്ടാവും. സെല്ലുലോസ് ഫോം ചെയ്തത് കോട്ടൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്യുക. കോട്ടൺ ഒരു പോളിമറാണ്. എന്ത് വെച്ചാണ്? സെല്ലുലോസ്. അതിൻ്റെ സിംഗിൾ യൂണിറ്റ്സ് ഗ്ലൂക്കോസുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോളിമർ. എന്താണെന്ന് വെച്ചാൽ പോളിമർ എന്ന് പറഞ്ഞാൽ മെനി യൂണിറ്റ്സ്, മെനി മോണോമർ ടുഗെദർ ഫോം എ പോളിമർ. മോണോമർ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ യൂണിറ്റ്സ്. സിംഗിൾ യൂണിറ്റുകളാണ് മോണോമർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ടൈപ്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. ഓക്കെ, ഇത് കണ്ടോ? നിങ്ങൾ ഓരോ ഫാബ്രിക്കും ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇല്ല, ഓരോ ഫാബ്രിക്കും കണ്ടോ? ഓരോ ഫാബ്രിക് ചേർന്ന് ഇത് ഓരോ ഫാബ്രിക്കാണ്. ഓരോ നൂലും എന്ന് പറഞ്ഞാൽ ഓരോ ഫൈബേഴ്സാണ്. ഓരോ ഫൈബേഴ്സാണ്. ഓരോ ഫൈബേഴ്സും ചേർന്നൊരു ഫാബ്രിക് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്കത് കാണാം. ഇനി ടൈപ്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ റയോൺ ഉണ്ട്, നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക്. ഈ 4 സിന്തറ്റിക് ഫൈബേഴ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Rayon is a versatile fiber that can imitate the feel and texture of silk, wool, cotton and linen with drape and slipperiness akin to nylon. ഓക്കെ, അപ്പോൾ റയോണെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. റയോൺ എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ സിൽക്കാണ്. സിൽക്കിൻ്റെ മെയിൻ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. പക്ഷെ ചില നേരത്ത് അതെന്ത് വെർസറ്റൈൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫീലിംഗ്. സിൽക്കിൻ്റെ ടെക്സ്ചർ കാണിക്കാൻ പറ്റും, വൂളിൻ്റെ ടെക്സ്ചറും കാണിക്കാൻ പറ്റും, കോട്ടൺ, ലിനൻ ഇതിൻ്റെയൊക്കെ ടെക്സ്ചർ റയോണിന് കാണിക്കാൻ പറ്റും. പക്ഷേ അതിനെ വിളിക്കുന്നത് ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നാണ്. റയോൺ റിസംബിൾ ദ സിൽക്ക് ഇൻ അപ്പിയറൻസ്, ടെക്സ്ചർ ആൻഡ് ഷൈൻ. മെയിനായിട്ട് കാണിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽക്ക് ആർട്ടിഫിഷ്യൽ സിൽക്ക് ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് വിളിക്കും. സിൽക്ക് ഫൈബർ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ ചൈന. ആദ്യമായിട്ട് സിൽക്ക് ഡിസ്കവർ ചെയ്തത് ചൈനയിലാണ്. മെയ്ഡ് ഫ്രം സിൽക്ക് വാം. ഇറ്റ് ഹാഡ് എ ബ്യൂട്ടിഫുൾ ടെക്സ്ചർ ആൻഡ് വാസ് വെരി കോസ്റ്റ്ലി. അല്ലേ? പ്യുവർ സിൽക്ക് വളരെ കോസ്റ്റ്ലിയാണ്. നമുക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അത്രയും രൂപ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആർട്ടിഫിഷ്യൽ സിൽക്ക് വാങ്ങുന്നത്. ബൈ ദ എൻഡ് ഓഫ് 19th century, scientists managed to make an artificial silk fiber made up of treating wood pulp chemically. അപ്പോൾ വുഡ് പൾപ്പാണ് എന്ത് ആർട്ടിഫിഷ്യൽ സിൽക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യുന്ന കാര്യം റയോൺ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ സിൽക്കാണ്. അതേപോലെ തന്നെ സിൽക്ക് ഫൈബർ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ചൈനയിലാണ്, ഫ്രം സിൽക്ക് വാം. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സിൽക്ക് ഉണ്ടാകുന്നത് വുഡ് പൾപ്പ് കെമിക്കലി ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി യൂസസ് ഓഫ് റയോൺ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദിസ് മാൻമെയ്ഡ് ഫൈബർ യൂസസ് നാച്ചുറൽ മെറ്റീരിയൽ. ഏതാണ് മെറ്റീരിയൽ? വുഡ് പൾപ്പ്. ആൻഡ് ക്യാൻ ബി വൂവൻ ലൈക്ക് സിൽക്ക് ഫൈബർ. സിൽക്ക് പോലെ നമുക്ക് നെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് ചീപ്പർ ദാൻ സിൽക്ക് ആൻഡ് ക്യാൻ ബി ഡൈഡ് ഇൻ വെറൈറ്റി ഓഫ് കളർ. സിൽക്കിനേലും പ്യുവർ സിൽക്കിനേലും പൈസ വളരെ കുറവാണ്, ചീപ്പറാണ്. അതേപോലെ തന്നെ ഏത് കളറിൽ വേണമെങ്കിലും നമുക്കതിനെ ഡൈ ചെയ്തെടുക്കാം. ഏത് കളർ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എന്തൊക്കെ മെത്തേഡ്? മേക്ക് അപ്പാരൽ ലൈക്ക് സ്യൂട്ട്സ്, സ്ലാക്സ്,
ജാക്കറ്റ്സ് സ്യൂട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഓട്ടോമൊബൈൽ ടയർ കോഡ്, ടയറിൻ്റെ കോഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള ടയറിൻ്റെ ചുറ്റും ഒരു കവറിങ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. മിക്സ്ഡ് വിത്ത് കോട്ടൺ ടു മേക്ക് ബെഡ്ഷീറ്റ് ആൻഡ് ബെഡ് സ്പ്രെഡ്സ്. ഓക്കെ, ബെഡ്ഷീറ്റും ബെഡ് സ്പ്രെഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. മിക്സ്ഡ് വിത്ത് വൂൾ ടു മേക്ക് കാർപ്പറ്റ് ആൻഡ് ബ്ലാങ്കറ്റ്സ്. വൂളായിട്ട് മിക്സ് ചെയ്യുന്നത് എന്തിനാണ്? ബ്ലാങ്കറ്റ്സും കാർപ്പറ്റും ഉണ്ടാക്കാനാണ്. ഇനി യൂസ്ഡ് ടു മേക്ക് അതർ ഹോം ഫർണിഷിംഗ് സച്ച് എസ് കർട്ടൻസ് ആൻഡ് ടേബിൾ ക്ലോത്ത്സ്. ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റയോൺ യൂസ് ചെയ്യും. ഇതൊരു ആർട്ടിഫിഷ്യൽ സിൽക്കാണ്. ഇനി വെർസറ്റൈൽ നേച്ചർ ഓഫ് റയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് സിൽക്ക്, കോട്ടൺ, ലിനൻ ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് കാണിക്കുന്നതുകൊണ്ടാണ് റയോൺ ഒരു വെർസറ്റൈൽ നേച്ചർ ഉള്ളത്. ഓക്കെ, നൈലോൺ ഈസ് ദ ഫസ്റ്റ് സിന്തറ്റിക് ഫൈബർ ടു ബി പ്രിപ്പയർഡ്. ഫസ്റ്റ് സിന്തറ്റിക് ഫൈബർ ആണ് ടു ബി പ്രിപ്പയർഡ് വിത്തൗട്ട് യൂസിങ് എനി നാച്ചുറൽ റോ മെറ്റീരിയൽ. ഒരു നാച്ചുറൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസും ആഡ് ചെയ്യാണ്ട് പ്രിപ്പയർ ചെയ്ത ഒരു സിന്തറ്റിക് ഫൈബറാണ് നൈലോൺ. ഇറ്റ് വാസ് പ്രിപ്പയർഡ് ഫ്രം കോൾ, വാട്ടർ, എയർ. കോളും വാട്ടറും എയറും യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി. ഓക്കെ, കണ്ണിൽ കട്ട പോലെ ഇരിക്കൂലേ, അതേപോലെ സംഭവം. നൈലോൺ ഫൈബർ ആർ സ്ട്രോങ്, ഇലാസ്റ്റിക്, ലൈറ്റ്, ലസ്ട്രസ് ആൻഡ് ഈസി ടു വാഷ്. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ പറയുന്നത്. സ്ട്രോങ് ആണ്, ലൈറ്റ്, ഇലാസ്റ്റിക് ആണ്, നല്ലോണം വലിയും, അതേപോലെ ലസ്ട്രസ്, ഇച്ചിരി ഷൈനിങ് ഉണ്ടാവും, ഈസി ടു വാഷ് ചെയ്യാനും എളുപ്പമാണ്. It was developed in 1931. Okay, nylon thread in fact is stronger than a steel wire. ഒരു സ്റ്റീൽ വയറിനേലും സ്ട്രോങ്ങർ ആണ് ഒരു നൈലോൺ ത്രെഡ്. നമ്മൾ മെയിനായിട്ട് ഈ നൈലോൺ ത്രെഡ് പട്ടം പറത്തില്ലേ, പട്ടം പറത്തുമ്പോഴേക്ക് യൂസ് ചെയ്യുന്നതാണ് നൈലോൺ ത്രെഡ്. കാരണം അതൊട്ടും പൊട്ടിപ്പോവുകയില്ല, അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് ഐറ്റംസ് ലൈക്ക് സോക്സ്, റോപ്പ്, ടൂത്ത് ബ്രഷസ്, സീറ്റ്സ്, കാർ സീറ്റ് ബെൽറ്റ്, സ്ലീപ്പിംഗ് ബാഗ്സ്, കർട്ടൻസ് ഇവയൊക്കെ യൂസ് ചെയ്യും, ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പം നൈലോൺ അത്യാവശ്യം എളുപ്പമാണ് പഠിക്കാൻ. കാരണം എന്താണ്? ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സിന്തറ്റിക് ഫൈബേഴ്സ് ടു ബി പ്രിപ്പയർഡ് വിത്തൗട്ട് യൂസിങ് എനി നാച്ചുറൽ ഫൈബർ. സെക്കൻഡ് പറയുന്നത് എന്തൊക്കെ വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കോൾ, വാട്ടർ, എയർ. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്ട്രോങ് ആണ്, ഇലാസ്റ്റിക്, ലൈറ്റ്, ലസ്ട്രസ് ആൻഡ് ഈസി ടു വാഷ്. ഡെവലപ്ഡ് 1931. അപ്പോൾ അതിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ എന്താണ്? ഇറ്റ് സ്ട്രോങ്ങർ ദാൻ എ സ്റ്റീൽ വയർ. പിന്നെ അതിൻ്റെ യൂസ്, ഇനി മെയിനായിട്ട് നമുക്ക് കുറച്ച് യൂസസും കൂടി കാണാനുണ്ട്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് നെക്സ്റ്റ് വന്ന യൂസസ്. ഓക്കെ, ഈ പോർഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നത്. വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് റോപ്പ് യൂസ് ഫോർ റോക്ക് ക്ലൈമ്പിങ്ങിനായിട്ടുള്ള റോപ്പ് നൈലോൺ വെച്ചാണ് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ ആൻസറിൽ ഈ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ വൈ നൈലോൺ ഈസ് യൂസ്ഡ് ടു മേക്ക് റോപ്പ് യൂസ്ഡ് ഫോർ റോക്ക് ക്ലൈമ്പിങ്, ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങളുടെ ആൻസറിൽ ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫൈബർ, ലൈറ്റ് വെയ്റ്റ്, വെതർ റെസിസ്റ്റൻറ്റ്, ഈ 3 പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് ഫുൾ മാർക്സ് കിട്ടും. ഇനി അതല്ല, ഇനിയിപ്പോൾ ഫിഷിംഗ് നെറ്റ്, എന്തുകൊണ്ടാണ് അത് യൂസ് ഫോർ ഫിഷിംഗ് നെറ്റ്? സ്ട്രോങ്, ഇലാസ്റ്റിക്, വാട്ടർ റെസിസ്റ്റൻറ്റ്. വാട്ടറായിട്ട് റിയാക്ട് ചെയ്യില്ല, അത് നന്നായി വലിയും, മീൻ വലിച്ചുകൊണ്ട് പോയാലും വലിയും, അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്, പൊട്ടിപ്പോവുകയില്ല. ഇനി മേക്കിംഗ് ടെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രോങ് ആണ്, വെയിറ്റ് ഇല്ല, ഡസ് നോട്ട് അബ്സോർവ് മച്ച് വാട്ടർ അബ്സോർവ് ചെയ്യില്ല, ഡ്രൈസ് ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ നൈലോൺ ആണെങ്കിൽ ഉണങ്ങും. ഓക്കെ, ഈ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതേപോലെ വൈ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. വൈ, റീസൺ ചോദിച്ചിട്ടാണ് എപ്പോഴും ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങളുടെ ബുക്കിൽ. ഇനി യൂസസ് ഓഫ് നൈലോൺ: മേക്ക് ക്ലോത്ത്സ് ഇൻക്ലൂഡിങ് സോക്സ് ഇതിനെ യൂസ് ചെയ്യും. മേക്ക് പാരച്യൂട്ട്സ് ആസ് വെൽ. ആ പാരച്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് പാരച്യൂട്ട്? സെയിം പോയിൻറ്റ്സ് തന്നെ. ഇറ്റ് ഈസ് സ്ട്രോങ്, ലൈറ്റ്, അതേപോലെ റെസിസ്റ്റൻറ്റ് ടു വാട്ടർ, ഡ്രൈസ് ക്വിക്ക്ലി, ഈ പോയിൻറ്റ്സ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, മേക്ക്
ropes, toothbrushes, car seat belts, etc. Make tents, curtains and sleeping bags. ഈ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ നൈലോണിനെ പറ്റി പറയും. ഇനി പോളിസ്റ്റർ എന്താണെന്ന് നോക്കാം. പോളിയെസ്റ്റർ ഫൈബർ ഡസ് നോട്ട് ഗെറ്റ് wrinkled ഈസിലി. പെട്ടെന്ന് ചുളുങ്ങുന്നില്ല ഈ പോളിസ്റ്റർ, wrinkled. Hence a fiber is made from this fabric is easy to wash and does not need to be ironed, which make it suitable for dress materials. അപ്പോൾ എന്താണ്, നമ്മൾ അയോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചുളുക്കി കൂട്ടി വെച്ചാലും അത് നമ്മൾ ഇടുമ്പോൾ നിവർന്നേ കിടക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് തേക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പോളിസ്റ്റർ പെട്ടെന്ന് തേച്ചാൽ പെട്ടെന്ന് കത്തിപ്പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈസിയാണ് വാഷ് ചെയ്യാൻ. അത്ര ലൈറ്റ് വെയ്റ്റ് തുണിയാണ് പോളിസ്റ്റർ വരുമ്പോൾ. പോളിസ്റ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 words അല്ലേ, പോളി പ്ലസ് എസ്റ്റർ. നമ്മൾ പോളിമറിൽ പോളി എന്താ പഠിച്ചത്, മെനി. അതേ പോളി എന്ന വേർഡ് എവിടെ കണ്ടാലും മെനി എന്നാണ് മീനിങ്. ഓക്കെ, എസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. കെമിക്കൽ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മെയിൻലി സ്പ്രേയിലൊക്കെ അടങ്ങിയിരിക്കുന്ന സ്മെല്ലുള്ള വസ്തുക്കളിലൊക്കെ അടങ്ങിയിരിക്കുന്നൊരു കെമിക്കൽ കോമ്പൗണ്ടാണ് എസ്റ്റർ. എസ്റ്റർ ഈസ് എ കെമിക്കൽ വിച്ച് ഗീവ് ഫ്രൂട്ട് ലൈക്ക് സ്മെൽ. നല്ല ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലായിരിക്കും ഈ എസ്റ്ററിന്. ഓക്കെ, അപ്പോൾ പോളിസ്റ്റർ എന്ന് പറഞ്ഞാൽ പോളി പ്ലസ് എസ്റ്റർ മീൻസ് മെനി എസ്റ്റർ ആണ് അതിലെ മോണോമർ. മെനി കുറേ എസ്റ്റേഴ്സ് ഫോം ചെയ്താണ് പോളി എസ്റ്റർ എന്ന് പറഞ്ഞൊരു പോളിമർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എസ്റ്റർ ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് എസ്റ്റർ? ആൻഡ് സ്മെൽ പോളിയെസ്റ്റർ ഫൈബേഴ്സ് ആർ ടെറിലിൻ. ടെറിലിൻ ഒരു ഫേമസ് പോളിയെസ്റ്റർ ആണ് വിച്ച് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ ഫൈബേഴ്സ് ആൻഡ് ക്യാൻ ബി വൂവൺ ലൈക്ക് ഇൻ ടു എ യാൺ പോലെ നമുക്ക് ചുറ്റി കയറ്റി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിസ്റ്റർ ആണ് ടെറിലിൻ. എക്സാമ്പിൾസ് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടതാണ് ടെറിലിൻ. അതേപോലെ തന്നെ പോളി എത്തിലീൻ ടെർഫാലേറ്റ്. പെറ്റ് എപ്പോഴും ചോദിക്കും, പെറ്റിൻ്റെ ഈ അബ്രിവേഷൻ പോളി എത്തിലീൻ ടെറിഫാലേറ്റ് is used for making wires, films, bottles, utensils and other products. ഇതൊക്കെയാണ് പെറ്റ് വെച്ചുണ്ടാക്കുന്നത്. പെറ്റിൻ്റെ ഈ യൂസസ് എപ്പോഴും ചോദിക്കും. ഓക്കെ, പെറ്റ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്ക്. ഇറ്റ് ഈസ് എ സ്റ്റാർ ടോപ്പിക്. ഓക്കെ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് യൂസസ് ഓഫ് പോളിയെസ്റ്റർ. Making variety of textiles, sarees, curtains, dress materials, etc. and can be blended with natural fibers like cotton and wool. കോട്ടണിലും വൂളിലേക്കും നമുക്ക് മിക്സ് ചെയ്യാനും പറ്റും. പോളിസ്റ്റർ കൂടിയ കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്റർ കൂടിയ വൂൾ, അങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാനും പറ്റും. അതേപോലെ പല വെറൈറ്റീസ് ഓഫ് ക്ലോത്ത് മെറ്റീരിയൽസ് ഉണ്ടാക്കാം. മേക്ക് ഫിലിം, മാഗ്നറ്റിക് റെക്കോർഡിംഗ് ടേപ്പ് എക്സെട്ര. പിന്നെ സെയിൽ ബോട്ട്സിലൊക്കെ യൂസ് ചെയ്യും. Then make water house for fire flight purpose. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോളിസ്റ്റർ യൂസ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ഇതിനെപ്പറ്റി നോക്കാം. അതാണ് ബ്ലെൻഡഡ് ഫൈബേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോളിസ്റ്ററിൻ്റെ എക്സാമ്പിൾ കണ്ടപ്പോൾ അത് മിക്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബ്ലെൻഡഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ഫോംഡ് ബൈ മിക്സിങ് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബർ. നേരത്തെ എക്സാമ്പിളിൽ ഞാൻ എന്താ പറഞ്ഞത്, പോളിസ്റ്റർ പ്ലസ് കോട്ടൺ. പോളിസ്റ്റർ മിക്സ് ചെയ്ത കോട്ടൺ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഒരു നാച്ചുറലും ഒരു സിന്തറ്റിക് ഫൈബേഴ്സും മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ബ്ലെൻഡഡ് ഫൈബർ ഉണ്ടാവുന്നത്. ഇനി പോളിസ്റ്റർ ഇസ് യൂസ് ഫോർ ബ്ലെൻഡഡ് ഫൈബേഴ്സ്. പോളിസ്റ്റർ ആണ് നമ്മൾ മെയിനായിട്ട് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പോളി കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്സിങ് ഓഫ് പോളിസ്റ്റർ പ്ലസ് കോട്ടൺ ആണ് പോളിക്കോട്ട്. ഇനി ടെറിക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടെറിലീൻ പ്ലസ് കോട്ടൺ ആണ് ടെറിക്കോട്ട്. പോളി വൂൾ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ പ്ലസ് വൂൾ. ഓക്കെ, ഈ ബ്ലെൻഡഡ് ഫൈബേഴ്സും നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കി പഠിക്കണം. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോകരുത്. ഒരു നാച്ചുറൽ ഫൈബറും ഒരു സിന്തറ്റിക് ഫൈബറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബ്ലെൻഡഡ് ഫൈബർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Acrylic is a strong, lightweight and warm synthetic that resembles wool. Acrylic എന്താണ്, വൂളിൻ്റെ റിസംബ്ലൻസ്, വൂളിനെ പോലെ ഇരിക്കുന്ന ഒരു
മെറ്റീരിയൽ, ഒരു ഫൈബറാണ് അക്രിലിക് എന്ന് പറയുന്നത്. അത് സ്ട്രോങ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അത്യാവശ്യം നല്ല നമുക്ക് വാംനെസ് തരുന്നൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ നമ്പർ ഓഫ് കളേഴ്സ് ആൻഡ് ഈസ് മോർ ഡ്യൂറബിൾ ആൻഡ് അഫോർഡബിൾ ദാൻ നാച്ചുറൽ വൂൾ. നാച്ചുറൽ വൂളിനേലും ചീപ്പർ, നമുക്ക് വില കുറച്ചും കിട്ടും, അതേപോലെ തന്നെ ഡ്യൂറബിൾ, കുറേ കാലം ഈ അക്രിലിക് നമുക്ക് നിൽക്കും. അതേപോലെ തന്നെ ഇഷ്ടമുള്ള കളർ നമുക്ക് ഡൈ ചെയ്തെടുക്കാനും പറ്റും. Acrylic fibers, fabric, plastic or paint are made from acrylic acid. അക്രിലിക്കിൻ്റെ ഫൈബർ ഉണ്ട്, ഫാബ്രിക്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, അക്രിലിക് മിക്സ് ചെയ്ത പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ പെയിൻറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽസിനൊക്കെ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അക്രിലിക് പെയിൻറ്റ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ് ഉണ്ടാക്കുന്നത്? അക്രിലിക് ആസിഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഫൈബറും പെയിൻറ്റും ഒക്കെ സെയിം അക്രിലിക്കിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വൈ സ്റ്റോറേജ് ഓഫ് അക്രിലിക് ക്ലോത്ത് ഈസ് ഈസിയർ ദാൻ വൂളൻ ക്ലോത്ത്സ്. അപ്പോൾ വൂളൻ ക്ലോത്ത്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും സ്റ്റോറേജ് ചെയ്യാൻ, നമ്മൾ വീട്ടിലൊക്കെ സംരക്ഷിക്കാൻ ഏറ്റവും എളുപ്പം അക്രിലിക്കാണ്. അപ്പോൾ അതെന്താണെന്നാണ് പറയുന്നത്. വൂളൻ ക്ലോത്ത്സ് നീഡ് നാഫ്തലിൻ ബോൾ. നാഫ്തലിൻ ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ അലമാരയിൽ നാഫ്തലിൻ ബോൾസ് ഇടും. കാരണം എന്താണ്? ഈർപ്പം വലിച്ചെടുക്കാനും അതേപോലെ തന്നെ ഇൻസെക്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനും. To protect from the attack of insect. Acrylic is a synthetic wool and hence resistant to the action of moths and insects. അപ്പോൾ ഇൻസെക്ട്സും മോൺസും ഒന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ തുണി അക്രിലിക്കിനെ അറ്റാക്ക് ചെയ്യത്തില്ല. പക്ഷേ വൂളനാണ് നമ്മൾ വാങ്ങിച്ച് അലമാരയിൽ വെക്കുന്നതെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അക്രിലിക്കിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു പ്രശ്നവുമില്ല. ഓക്കെ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ, ദ യൂസ് ഓഫ് അക്രിലിക് ഫൈബർ. അക്രിലിക് ഫൈബർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ഹൗ വൂളൻ ക്ലോത്ത്സ് ലൈക്ക് ഹാറ്റ്സ്, സ്കാർഫ്സ്, ഗ്ലൗസ്, സ്വെറ്റേഴ്സ്, ബ്ലാങ്കറ്റ്സ് ആൻഡ് അതർ ഹോം ഫർണിഷിംഗ് ഫാബ്രിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ തണുപ്പത്ത് യൂസ് ചെയ്യുന്ന ഹാറ്റ്, അതേപോലെ സ്കാർഫ്, ഗ്ലൗസ് ഒക്കെ അക്രിലിക്കിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മേക്ക് ഫേക്ക് ഫർ ഫോർ മേക്കിംഗ് ടോയ്സ് ആൻഡ് ഫർ ആക്സസറീസ്. നല്ല ഭംഗിയുള്ള ടെഡി ബിയേഴ്സ്, അപ്പോൾ അതിനൊക്കെ റിയൽ വൂളല്ലായിരിക്കും. ഇതേപോലെ ഫേക്ക് ഫറാണ്, രോമങ്ങൾ, അതിൻ്റെ രോമങ്ങൾ മിക്കവാറും അക്രിലിക്കാണ്. മേക്ക് ഗാർമെൻറ്റ്സ് ഓഫ് ബേബീസ്. ബേബീസിൻ്റെ തുണി മെറ്റീരിയൽസ്, കുഞ്ഞുവാവകൾക്ക് ധരിക്കുന്ന ഡ്രസ്സസൊക്കെ അക്രിലിക്. എസ് ഫാബ്രിക് ഈസ് മെഷീൻ വാഷബിൾ. മെഷീനിലിട്ട്, വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്താലൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ബേബീസിന് ഗാർമെൻറ്റ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വന്ന് നോക്കാം, ക്യാരക്ടറിസ്റ്റിക് ഓഫ് സിന്തറ്റിക് ഫൈബർ. ഈ സിന്തറ്റിക് ഫൈബേഴ്സ്, ഇത്രയും നേരം നമ്മൾ പഠിച്ച സിന്തറ്റിക് ഫൈബേഴ്സ് എല്ലാവരും കൂടി ഓവറോൾ എടുക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ചീപ്പർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബർ വാങ്ങിക്കുന്നതിലും പൈസ കുറവാണ് സിന്തറ്റിക് ഫൈബറിന്. അതേപോലെ സിന്തറ്റിക് ഫൈബേഴ്സ് ആർ സ്ട്രോങ്ങർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സിനേലും നല്ല സ്ട്രോങ്ങറാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മോർ ഡ്യൂറബിൾ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. കുറേ കാലം സിന്തറ്റിക് ഫൈബേഴ്സ് നീണ്ടു നിൽക്കും. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ഡ്രൈഡ് അപ്പ് ഇൻ ലെസ് ടൈം. പെട്ടെന്ന് ഉണക്കിയാൽ ഉണങ്ങി കിട്ടും. ആർ ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് വാഷ്. നോക്കാനും അതേപോലെ വാഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. സോ അപ്പോൾ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, വൈ ഷുഡ് വി നോട്ട് വെയർ സിന്തറ്റിക് ഫൈബേഴ്സ് ഇൻ കിച്ചൺ? സോ എന്താണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് ഇട്ട് കിച്ചണിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ഓക്കെ, ആൻസർ വന്നത് സിന്തറ്റിക് ഫൈബേഴ്സ് മെൽറ്റ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് കൊള്ളുമ്പോൾ എന്ത് പറ്റും? സിന്തറ്റിക് ഫൈബേഴ്സ് ഉരുകും. ഓക്കെ, ഇഫ് ദ ക്ലോത്ത്സ് ക്യാച്ച് ഫയർ ദ ഫാബ്രിക് മെയ്ഡ് അപ്പ് ഓഫ് സിന്തറ്റിക് ഫൈബർ വിൽ മെൽറ്റ് ആൻഡ് സ്റ്റിക്ക് ടു വൺസ് ബോഡി. അപ്പോൾ ഇത് ഉരുകിയിട്ട് നമ്മുടെ മേത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഈ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇത്. Okay, hence it is recommended that one should not wear synthetic fibers while working in kitchen or laboratory. അപ്പം കിച്ചണിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ സിന്തറ്റിക് ക്ലോത്ത്സ് ധരിക്കാൻ പാടില്ല. കാരണം അത് പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ മേത്ത് ഉരുകി ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് കിച്ചണിൽ യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ്
പാർട്ട് ഇവിടെ തീരുകയാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കും അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതിൻ്റെ യൂസ്, ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ, പിന്നെ 5 hours ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പാർട്ട് കണ്ടതിന് ശേഷം നെക്സ്റ്റ് പാർട്ട് വീഡിയോ കാണുക. ഓക്കെ.